ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം വി ഗോവിന്ദൻ, റിപ്പോർട്ടിന്റെ മെറ്റ നീക്കം ചെയ്ത കാർഡുകൾ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പരാതിയിൽ മുട്ടുമടക്കിയിരിക്കുന്നു മെറ്റ. ഈ ഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം? വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി, അതായത് ബോധപൂർവം ഒഴിവാക്കി എന്നുള്ളത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് വരുന്ന വിമർശനങ്ങളെ, നേരത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് വന്ന വിമർശനങ്ങളെ എങ്ങനെയാണോ ഒഴിവാക്കുന്നതിന് വേണ്ടി മെറ്റയെ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ഇവിടെയും റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചാനലുകളിൽ വിമർശനാത്മകമായിട്ട് വരുന്ന കാര്യങ്ങൾ മെറ്റയെ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞതാണ്. ആ പറഞ്ഞത് നിങ്ങളുടെ പരാതിയും കൂടി വന്നപ്പോൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് മുമ്പ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരണം കൂടിയാണ്. തീർച്ചയായും ഒരു ശക്തിയായ ഇടപെടലിനെ തുടർന്ന് വീണ്ടും തിരിച്ചു അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശരിയായ രീതിയിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ എം വി ഗോവിന്ദൻ, ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ചട്ടപ്രകാരം ഒന്നുകിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ വേണം, അതല്ല എങ്കിൽ കോടതി ഉത്തരവ് വേണം. കോടതി ഉത്തരവില്ല എന്നുള്ള നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നുകിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു നീക്കമായിരിക്കില്ലേ യഥാർത്ഥത്തിൽ ഈ വിലക്കിന് പിന്നിലുണ്ടായിട്ടാകും? അതിലൊരു സംശയമില്ല. ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടാതെ മെറ്റ ഈ രീതിയിൽ ഇടപെടില്ല. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും. ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മെറ്റയെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരം നീക്കം നടത്തിയിട്ടുള്ളത്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നില. കോടതി വിധിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കോടതി അടിസ്ഥാനപ്പെടുത്തിയല്ല വന്നത്, അപ്പോൾ ഗവൺമെന്റിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടാൽ മെറ്റ ആ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായത്. ഞങ്ങളത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ്. CPIM ആ കാര്യം നേരത്തെ തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ തന്നെ വ്യക്തമാക്കിയതാണ്. തീർച്ചയായും പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി ഉയർത്തിയതിന് വളരെ നന്ദി ശ്രീ എം വി ഗോവിന്ദൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തിരിച്ച് സായികുമാറിലേക്ക്. സായികുമാർ, ഇപ്പോൾ ഇതിൽ മെറ്റ നമുക്ക് കാർഡുകൾ തിരിച്ചു നൽകുന്നു, പക്ഷേ ആ കാർഡുകൾ പുനഃസ്ഥാപിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിൽ കൂടി നമുക്ക് വ്യക്തത വേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും സ്മൃതി, അതിൽ കൂടി നമുക്ക് വ്യക്തത വേണ്ടതുണ്ട്. ആദ്യ ദിവസം മുതൽ, ആദ്യ കാർഡ് അപ്രത്യക്ഷമായത് മുതൽ മെറ്റയുമായി നമ്മൾ നിരന്തരം മെയിൽ വഴി സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാർഡ് അപ്രത്യക്ഷമായത്? യാതൊരു വിധത്തിലുമുള്ള നിയമലംഘനവും ഇക്കാര്യത്തിലില്ല. ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള മാധ്യമ പ്രവർത്തനം മാത്രമാണ് നടത്തിയത്. അതിന്റെ പേരിൽ എന്തിനാണ് ഈ കാർഡ് അപ്രത്യക്ഷമാക്കുന്നത് എന്ന് നിരന്തരം നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അത് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്, പരിശോധിക്കാം എന്ന് മറുപടി പറയുന്നതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഇക്കാര്യത്തിൽ മെറ്റ നൽകിയിട്ടില്ല. അപ്പോഴും നമ്മുടെ കാർഡുകൾ വീണ്ടും വീണ്ടും അപ്രത്യക്ഷമാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ എന്തായാലും 14 കാർഡുകൾ, ഇങ്ങനെ അപ്രത്യക്ഷമാക്കിയ 14 കാർഡുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇതിൽ എന്തുകൊണ്ട് ഇത് അപ്രത്യക്ഷമാക്കി എന്നത് സംബന്ധിച്ച് ഇതുവരെ മെറ്റ മറുപടി നൽകിയിട്ടില്ല. അതിൽ കൂടി നമുക്കിനി വിശദീകരണം വേണം. കാരണം ഇത് കൃത്യമായി ഒരു നിയമവും, IT നിയമത്തിന്റെ ലംഘനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് അപ്രത്യക്ഷമാക്കുന്നതെന്ന് മെറ്റ പറയുന്നതെങ്കിൽ ഇതിൽ എന്ത് നിയമലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പോരാട്ടം നമ്മൾ ഏറ്റെടുത്തത്. ഇത് മാധ്യമ അടിയന്തരാവസ്ഥയാണ് എന്നുള്ള വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്, മെറ്റയുമായി നിരന്തരം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തത്. ആ സമ്മർദ്ദത്തിന്റെ, ആ പോരാട്ടത്തിന്റെ ഒരു വിജയം കൂടിയാണ് ഇപ്പോൾ അവർക്ക് ഇത് തിരികെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചത്. അത് എന്തായാലും നമ്മുടെ ഒരു വിജയം തന്നെയാണ്, ഒരു പോരാട്ട വിജയം തന്നെയാണ്. നേരത്തെ എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യപരമായി ഇടപെട്ടതിലൂടെ അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സ്മൃതി ചോദിച്ചതുപോലെ കൃത്യമായി എന്തുകൊണ്ട് ഈ കാർഡുകൾ അപ്രത്യക്ഷമാക്കി എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി മെറ്റ നൽകണം. ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കാർഡുകൾ അപ്രത്യക്ഷമാവുകയായിരുന്നു. അതെല്ലാം ഒരേ സ്വഭാവത്തിലുള്ള കാർഡുകളാണ് അപ്രത്യക്ഷമായത്. മുഖ്യമന്ത്രിക്കെതിരായതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ചിട്ടുള്ളതായ വാർത്തകളും വാർത്താ കാർഡുകളുമാണ് അപ്രത്യക്ഷമായത്. അതുകൊണ്ട് കൂടിയാണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു പരാതി ഒരു കേന്ദ്രത്തിൽ നിന്ന് പോയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് അപ്രത്യക്ഷമാകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വന്നത്. ഇപ്പോഴെന്തായാലും ആ 14 കാർഡുകൾ, വാർത്താ കാർഡുകൾ മെറ്റ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. യുവർ ഫോട്ടോ ഈസ് അവൈലബിൾ അഗെയിൻ ഇൻ ഇന്ത്യ എന്ന കാർഡുകൾ മുഴുവൻ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അതിൽ ആ മെസ്സേജ് കൂടി വരുന്നുണ്ട്. അതുകൂടിയാണ് നമ്മൾ കാണുന്നത്. തിരിച്ച് ഷഫീഖിലേക്ക്. ഷഫീഖ്, നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൽ വ്യക്തത മെറ്റ നൽകേണ്ടതല്ലേ?
തീർച്ചയായും സ്മൃതി, ഇവിടെ ആദ്യഘട്ടത്തിലുള്ള 13 വാർത്തകൾ മാത്രമാണ് നമുക്കിപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം റിമൂവ് ചെയ്യപ്പെട്ട ധാരാളം വാർത്തകളുണ്ട്. അതുമാത്രമല്ല, ഇന്ന് രാവിലെയും ഏതാണ്ട് 7ഓളം വാർത്തകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വാർത്തകളെല്ലാം സംബന്ധിച്ച് നമ്മൾ പ്രസിദ്ധീകരിച്ച മുഴുവൻ വാർത്തകളും പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ ഈ പോരാട്ടം തുടരും. ഇത് ഒരു സാങ്കേതികമായ പോരാട്ടമല്ല. നമ്മുടെ വാർത്തകൾ പിൻവലിക്കപ്പെടുന്നത് ഫേസ്ബുക്ക് പേജിൽ നിന്നും ഇല്ലാതാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പോരാട്ടമല്ല ഇത്. തീർച്ചയായും ഇത് നമ്മളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന വലിയ രീതിയിലുള്ള സെൻസർഷിപ്പിനെതിരെ, അതേപോലെ തന്നെ സർക്കാരിനെതിരായ യാതൊരു വാർത്തകളും നമുക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള ഒരു അപ്രഖ്യാപിത മാധ്യമ അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടമാണ്. അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയം നേടേണ്ടതുണ്ട്. ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് ദുരൂഹമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മീഡിയ സെൻസർഷിപ്പ് നടപ്പാക്കുന്നതിൽ യാതൊരു പങ്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ ഇല്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ മെറ്റ നമുക്ക് നൽകിയ പരാതിയിൽ മെറ്റ നമുക്ക് നൽകിയ വിശദീകരണത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കാർ അതോറിറ്റി അല്ലെങ്കിൽ കോടതി ഇവരുടെ അല്ലാത്ത ഒരു ലീഗൽ റിക്വസ്റ്റും മെറ്റയ്ക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട്.